ഒന്ന് ശംഖുമുഖം വേളിയെ കാണിച്ച് കറങ്ങിട്ട് വരാം. എന്നത്തെയും പോലെ ഇന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ചോറും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് ഇന്ന് ഓട്ടം പോകാൻ പോകുന്നത്. 1 മണിക്ക് വണ്ടി കൊടുക്കണമെന്ന് മുതലാളി പറഞ്ഞുകൊണ്ട് 12:55 നമ്മൾ ഷെഡിൽ പോയി വണ്ടി എടുത്ത് നേരെ പമ്പിൽ കയറി. ആവശ്യത്തിനുള്ള ഡീസൽ മേടിച്ച് നേരെ ആളെ എടുക്കാൻ. നല്ല മഴ പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ അല്പം ലേറ്റായാണ് ഇറങ്ങിയത്. അവരിറങ്ങിയത് അവരെയും കയറ്റി ആദ്യം നമ്മൾ നേരെ പോകുന്നത് വേളിയിലേക്കാണ്. ഈഞ്ചക്കിലെത്തിയപ്പോൾ അതുപോലെ താണ്ടടക്കുന്നത് തരിങ്കലവും. അരമണിക്കൂർ ബ്ലോക്കിലും കിടന്ന ഒരു നമ്മൾ വേളിയിലെത്തി വണ്ടിയും സേഫായിട്ട് പാർക്ക് ചെയ്ത് നേരെ പാർക്കിനുള്ളിലേക്ക് കയറി. അവിടുത്തെ വെള്ളക്കെട്ടൊക്കെ ചാടി കടന്ന് നേരെ പോയത് നമ്മുടെ സ്വന്തം തൂക്കുവാലത്തിലോട്ട്. പണ്ട് നന്നായിട്ട് ആടിക്കൊണ്ടിരുന്ന തൂക്കുവാലം ഇപ്പൊ എന്തുകൊണ്ടോ ആടുന്നു. തൂക്കുവാലം ആടാത്ത വിഷമത്തിൽ ആദ്യം കണ്ടൊരു കടയിൽ കയറി ചായയും കുടിച്ച് നേരെ ബീച്ചിലോട്ട് നടന്ന വഴിക്ക് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. ഇന്നെന്തോ ഒരു മൂടില്ലാത്തോണ്ട് എറിയാൻ നിന്നില്ല. ബീച്ചിലെത്തിയപ്പോ ആണ്ട്രാ ജെസിബി കണ്ടാ പിന്നെ കുറെ നേരം അതിന്റെ അണ്ണാക്കിലോട്ട് നോക്കി നിൽക്കണമെന്നാണല്ലോ ശാസ്ത്രം. കുറെ നേരം അതും നോക്കി ഇന്ന് തിരികെ നടന്നു വരുന്ന വഴിക്കാണ് ഞാൻ ഈ ബോർഡ് കണ്ടത്. കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച പണം പോട്ടെ പവർ വരട്ടെ. അവരുടെ നിർദ്ദേശപ്രകാരം കാലൊക്കെ വൃത്തിയാക്കിയിട്ട് നേരെ മീനുകളുടെ അടുത്ത്. തോട്ടിലെ മാനത്ത് കണ്ണീരെ കൊത്തു മാത്രം കൊണ്ടിട്ടുള്ള എനിക്ക് ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. എന്നെ പോലെ ഇത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കണം. എല്ലാരും ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. എന്നാ സുഖമാണെന്ന് അറിയാമോ, സ്വർഗം കാണും. മീനിന്റെ കൊത്തും മാഞ്ചു കൂട്ടി നേരെ വണ്ടിയിലേക്ക്. അവിടെ നിന്ന് വണ്ടി എടുത്ത് അവരെ കയറ്റി നേരെ പോയത് വെട്ടുകാട് പള്ളിയും കാണിച്ച് നേരെ ശംഖുപോത്തി. ചേച്ചിക്കൊരു ഹായും പറഞ്ഞ് ഉള്ളിലോട്ട് കടന്നു. കുറെ കളർഫുൾ ഐറ്റംസ് നിരത്തി വെച്ചിരിക്കുന്ന കടയിൽ ഒരു പാനിപ്പൂരി ഓർഡർ ചെയ്തു. ഇതുവരെ കഴിച്ചിട്ടുള്ള പാനിപ്പൂരികളിൽ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. ഇനി ഇതാണോ ശരിക്കും പാനിപ്പൂരി? നേരത്തെ മറ്റേ പാലം ആടാത്ത വിഷമം ഉള്ളിൽ കിടന്ന് നീറിയത്. അവിടെ നിന്ന് ഒരു കടലയും കൂടെ വാങ്ങി നേരെ വണ്ടിയിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ അടുത്തുള്ള സിന്ദൂർ ഹോട്ടലിൽ കയറ്റി അവർക്ക് ഫുഡും കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു.